ഇന്ന് നമ്മൾ മുട്ട തിളപ്പിച്ചതാണ് കറി ഉണ്ടാക്കുന്നത്. കൊച്ചിയിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു കറിയാണ് കേട്ടോ. ചോറിനും ചപ്പാത്തിക്കൊക്കെ കഴിക്കാൻ നല്ലതാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പമാണ്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ 2 സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു 5-6 വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതാണിത്. ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്. എരിവ് വേണ്ടവർക്ക് വീണ്ടും ചേർക്കാം കേട്ടോ. ഒരു 2 തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ കട്ടി കുറച്ച്. പാൻ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന സവാളയും ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളി ചതച്ചതും പച്ചമുളകും കൂടെ ചേർത്ത് വഴറ്റിയെടുക്കാം കേട്ടോ. കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ സ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് നമ്മൾ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാതെ എരിവില്ലാത്ത മുളക് പൊടി വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഒരു ചെറിയ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിച്ചിടും കേട്ടോ. ഒരു 5-6 മിനിറ്റ്. തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഒന്ന് വഴറ്റിയെടുക്കണം. ഒരു 4-5 മുട്ടയ്ക്കുള്ള ഗ്രേവി ഉണ്ട് കേട്ടോ. ഇത് ഒരു 5 മുട്ടയ്ക്കൊക്കെ ഇത്രയും ഗ്രേവി മതിയായിരിക്കും. തക്കാളി വെന്ത് ഇതുപോലെ നല്ല പേസ്റ്റ് പോലെ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിന് മുമ്പ് ഒരു ചെറിയ ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് ഒരു ചെറിയ ടീസ്പൂൺ മതിയേ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. പച്ചവെള്ളം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളമാണ് ചേർത്ത് കൊടുക്കാതെ. ഇപ്പോൾ ഒരു 4 ഗ്ലാസ് വെള്ളമുണ്ട് കേട്ടോ. ഇതൊന്ന് തിളക്കട്ടെ. ഉപ്പൊന്ന് നോക്കിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇതിലേക്ക് ഉപ്പ് നോക്കട്ടെ. കുറച്ച് ഉപ്പും കൂടെ വേണേ. ഉപ്പ് കുറവ്. അരിപ്പ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് മുട്ട പൊട്ടിച്ചത് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഒരു 4 മുട്ട ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇതുപോലെ ഓരോ പാത്രത്തിലും ഓരോ മുട്ട പൊട്ടിച്ചൊഴിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് ഒഴിച്ചെടുക്കാൻ എളുപ്പമുണ്ട് കേട്ടോ. മുട്ടയുടെ ഉണ്ണിയൊന്നും ഉടഞ്ഞു പോകാതിരിക്കും. തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം മുട്ട ഒഴിച്ച് കൊടുക്കാൻ കേട്ടോ. ഇളക്കിയൊന്നും കൊടുക്കണ്ട കേട്ടോ. ഓരോ വശത്തേക്കും മുട്ടേനെ ഒഴിച്ചു കൊടുത്താൽ മതി.
4 മുട്ട ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. തീ ഒരുപാട് കൂട്ടി വെക്കണം. തീ കുറച്ച് വെച്ചിട്ട് വേണം ഇതൊന്ന് വേവിച്ചെടുക്കാനായിട്ട്. മൂടി വെച്ച് വേവിച്ചെടുക്കണം കേട്ടോ. ഒരുപാട് തീ കൂട്ടി വെച്ചാൽ ആ മുട്ടയുടെ വെള്ളയൊക്കെ വെട്ടി 4 വശത്തേക്കും ചെതറിപ്പോവും. അങ്ങനെ ചെയ്യരുത്. തീ കുറച്ച് വെച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. ഒരു 8-10 മിനിറ്റ് വേവിച്ചെടുക്കാം. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്കിതിൻ്റെ അടുപ്പൊന്ന് മാറ്റി നോക്കാം. പയ്യെ ഒന്ന് ഇളക്കി കൊടുക്കാം. കുത്തി മറിച്ച് ഇളക്കരുത്. കണ്ടോ, പകുതി വേവായിട്ടുണ്ട്. നാല് മുട്ടയാണ് ഇട്ടിരിക്കുന്നത്. നമ്മുടെ മുട്ട തിളപ്പിച്ച് റെഡി ആയിട്ടുണ്ട്. ഇത്രയും ചാറ് മതി കേട്ടോ. ഇത്രയും ചാറ് വേണ്ടാത്തവർക്ക് കുറച്ചും കൂടെ വറ്റിച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് അവസാനമായിട്ട് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ചപ്പാത്തിക്കും ചോറിനും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കറി. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. നല്ല ടേസ്റ്റായിട്ടുള്ള കറി. നല്ല രുചിയുള്ള കറിയാണ് കേട്ടോ മുട്ടക്കറി. മുട്ട തിളപ്പിച്ചതെന്നാണ് കേട്ടോ ഇത് കൊച്ചിയിൽ പറയുന്നത്. നല്ല ടേസ്റ്റുള്ള ഈ കറി നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ.